സ്വരാജിനു വേണ്ടിയുള്ള നമ്മുടെ ശ്രമത്തെ അത് വിനാശകരമായി ബാധിക്കും. സാധാരണയായി പറഞ്ഞാൽ ബുദ്ധിപരമായും സാംസ്കാരികമായും പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അത്തരമൊരു സമൂഹമേ ഉണ്ടാകൂ. ഒരു ഗ്രാമത്തിനെ പറ്റി ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്ന അഭിപ്രായമാണ് ഈ വാചകത്തിൽ നിങ്ങൾ കേട്ടത്. ഈ കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തൻ്റെ അനന്തരാവകാശിയായിട്ട് നെഹ്റുവിനെ കാണുന്നു എന്ന്. കൃത്യമായിട്ട് നെഹ്റു അത് പാലിച്ചു. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഗാന്ധി എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് ഇന്നും ഉപയോഗിച്ചു വരുന്നു. ഭാരതം ലോകത്തിന് മുമ്പിൽ കൈ നീട്ടേണ്ടി വരും ഈ ഗാന്ധിയൻ ചിന്ത മുന്നോട്ട് കൊണ്ടുപോയാൽ എന്ന് നെഹ്റു അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു, വീക്ഷണത്തിൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ആദ്യം എഴുതാം. ഈ ഭിന്നത അടിസ്ഥാനപരമായ കാരണങ്ങളിൽ നിന്നാണെങ്കിൽ അത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തണം. മഹിത ഭാരതത്തിൽ ഇന്ന് മഹാത്മാഗാന്ധിജിക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ ജവഹർലാൽ നെഹ്റു നൽകിയ ഒരു ഗുരുദക്ഷിണയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ശിഷ്യൻ മരണാനന്തരം ഗാന്ധിജിക്ക് നൽകിയ മഹത്തായ ദക്ഷിണയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത്തവണ ജീവിച്ചിരിക്കെ തന്നെ ഗാന്ധിജിക്ക് നെഹ്റു നൽകിയ ദക്ഷിണയെക്കുറിച്ചാണ് പറയുന്നത്. ഭാരത മഹിമയെക്കുറിച്ച് ആലോചിക്കുന്നവരും ഭാരതത്തെ വീണ്ടും മഹിതമാക്കാൻ പരിശ്രമിക്കുന്നവരും ഈ ദക്ഷിണയെക്കുറിച്ച് അറിയുക എന്നത് വളരെ നിർബന്ധമാണ്. 1945 ഒക്ടോബർ മാസം 5-ാം തീയതി ജവഹർലാൽ നെഹ്റുവിന് ഗാന്ധിജി എഴുതിയ ഒരു കത്തുണ്ട്. ആ കത്ത്, അതിലെ അല്പഭാഗം, പ്രസക്ത ഭാഗം നമ്മൾ ഓരോരുത്തരും ഒന്ന് കേൾക്കണം. ഭാരതം ഏതാണ്ട് സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഏവർക്കും, ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെട്ട ഒരു സമയം കൂടിയായിരുന്നു അത്. തുടർന്ന് അങ്ങോട്ടുള്ള ഏതാണ്ട് 2 വർഷക്കാലമാണ് ഭാരതം സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത്. ഈ സമയത്താണ് ഈ കത്ത് എന്നത് ഇത് കേൾക്കുന്നതിന് മുമ്പ് നാം ഒന്ന് മനസ്സിൽ കുറിക്കണം. നമുക്ക് കത്തിൽ അല്പഭാഗം ശ്രദ്ധിക്കാം. എൻ്റെ പ്രിയ ജവഹർലാൽ, താങ്കൾക്ക് എഴുതണം എന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട് അനേക ദിവസങ്ങളായി. എന്നാൽ ഇന്നാണ് എഴുതാൻ സാധിച്ചത്. താങ്കൾക്ക് എഴുതേണ്ടത് ഇംഗ്ലീഷിലാണോ ഹിന്ദിയിലാണോ എന്ന ഒരു ചോദ്യവും എന്നിലുണ്ടായിരുന്നു. ഹിന്ദിയിൽ എഴുതുന്നതാണ് ഉത്തമം എന്ന് അവസാനം തീരുമാനിച്ചു. ശ്രദ്ധിക്കുക, മനസ്സിലാവും ഗാന്ധിജിയുടെ മനസ്സ്. വീക്ഷണത്തിൽ നമ്മൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ആദ്യം എഴുതാം. ഈ ഭിന്നത അടിസ്ഥാനപരമായ കാരണങ്ങളിൽ നിന്നാണെങ്കിൽ അത് പൊതുജനത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയം പരസ്യമാക്കാതിരുന്നാൽ സ്വരാജിനു വേണ്ടിയുള്ള നമ്മുടെ ശ്രമത്തെ അത് വിനാശകരമായി ബാധിക്കും. ഹിന്ദു സ്വരാജിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ള ഭരണ സമ്പ്രദായത്തിനു വേണ്ടി ഞാൻ ഇന്നും നിലകൊള്ളുന്നു. ഇത് പാഴ്വാക്കല്ല. 1908 ആ പ്രബന്ധം ഞാൻ തയ്യാറാക്കിയത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ്. അതെൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നു. അതിലേക്ക് മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ ഒന്നെനിക്ക് മനസ്സിലാവും, ഞാൻ ദർശിച്ച സത്യത്തിൻ്റെ സാക്ഷിയാണത് എന്നതാണ് അക്കാര്യം. ഗാന്ധിജി നെഹ്റുവിനെ എഴുതുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കണം ഭാവി ഭാരതം, അത് എപ്രകാരം മുന്നോട്ട് പോകണം, ഇതാണ് ഗാന്ധിജിയുടെ മനസ്സിൽ. ഐൻസ്റ്റീൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ, ടോൾസ്റ്റോയിയെ പോലുള്ള ലോകത്തുള്ള പ്രഗത്ഭരായ എഴുത്തുകാർ, ഇവരെല്ലാവരും ഭാരതം സ്വതന്ത്രമാകുന്നതും ലോകത്തിന് നല്ലൊരു മാർഗം, ഭാരതം ഗാന്ധിജി പറഞ്ഞൊരു മാർഗം കാണിച്ചു കൊടുക്കുന്നതും സ്വപ്നം കണ്ടു കഴിയുന്ന ഒരു കാലത്താണ് ഗാന്ധിജി നെഹ്റുവിന് ഈ കത്തെഴുതിയത് എന്ന് ഓർക്കണം. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം.
ഇന്ത്യ യഥാർത്ഥ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും അതുവഴി ലോകം തന്നെ സ്വാതന്ത്ര്യം നേടുകയും ചെയ്താൽ ഇനി പറയുന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആളുകൾ പട്ടണങ്ങളിലല്ല ഗ്രാമങ്ങളിലാണ് വസിക്കേണ്ടത്. കൊട്ടാരങ്ങളിലല്ല കുടിലുകളിലാണ് അന്തിയുറങ്ങേണ്ടത്. പട്ടണങ്ങളിലും കൊട്ടാരങ്ങളിലും കോടിക്കണക്കിന് ആളുകൾക്ക് പരസ്പരം ചേർന്ന് സമാധാന ചിന്തയോടെ കഴിഞ്ഞുകൂടുവാൻ പറ്റാതെ വരും. അവർക്ക് പിന്നീട് ഒരിക്കലും ഒരു തിരിച്ചുപോക്കുണ്ടാവില്ല. അവർ അക്രമത്തിലും അസത്യത്തിലും അമർന്നു കഴിയും. സത്യത്തിൻ്റെയും അഹിംസയുടെയും അസാന്നിധ്യത്തിൽ മനുഷ്യരാശിയുടെ വിനാശമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാന്ധിജി എപ്രകാരമാണ് ഭാരതം മുന്നോട്ട് പോകേണ്ടത് എന്നതിൻ്റെ സൂചന നൽകുകയാണ്. എൻ്റെ ആദർശ ഗ്രാമത്തിൽ ബുദ്ധിശാലികളായ മനുഷ്യരാവും ഉണ്ടാവുക. അവർ മൃഗങ്ങളെപ്പോലെ വൃത്തികേടിലും അന്ധകാരത്തിലുമാവില്ല കഴിയുന്നത്. അവിടെ പുരുഷന്മാരും സ്ത്രീകളും സ്വതന്ത്രരായിരിക്കും. ലോകത്തിലുള്ള ഏത് ഒരുവനെതിരായിട്ടും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ശക്തിയുള്ളവരായിരിക്കും. ആ ഗ്രാമത്തിൽ പ്ലേഗോ കോളറയോ ഒന്നും ഉണ്ടാവില്ല. ആരും തന്നെ അലസരായി തീരുകയുമില്ല. ആഡംബരത്തിൽ മുഴുകുന്ന ആരും അവിടെ ഉണ്ടാവില്ല. ഓരോരുത്തരും അവരവരുടെ വിഹിതമായ ശാരീരികാധ്വാനം അനുഷ്ഠിക്കണം. ആ ഗ്രാമത്തിൻ്റെ വിപുലമായൊരു ചിത്രം വിശദമായി ഇപ്പോൾ വരയ്ക്കുന്നില്ല. ഗാന്ധിജി ഇന്ന് ലോകം എന്താണോ പ്രശ്നം നേരിടുന്നത്, ആ ഒരു പ്രശ്നം ലോകത്തിനുണ്ടാവാതിരിക്കാൻ ഭാരതം മാതൃക എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടതെന്ന് തൻ്റെ ഹിന്ദു സ്വരാജിൽ വ്യക്തമാക്കിയ കാര്യം നെഹ്റുവിനെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അല്പഭാഗം കൂടി നമുക്ക് നോക്കാം. നമുക്ക് ലോകത്തിൻ്റെ അഭിനന്ദനം ആവശ്യമില്ല. ലഭിക്കുന്നത് അഭിനന്ദനമാണോ ആക്ഷേപമാണോ എന്നത് നമുക്കൊരു വിഷയമേ അല്ല. സേവനത്തിൽ അഭിനന്ദനത്തിന് ഇടമില്ല. ഇന്ത്യയെ സേവിക്കുന്നതിനായി 125 വർഷം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ഞാനൊരു വൃദ്ധനായിരിക്കുന്നു എന്നതും ഞാൻ അംഗീകരിക്കുന്നു. താരതമ്യേന താങ്കൾ ചെറുപ്പമാണ്. അതുകൊണ്ട് താങ്കൾക്ക് ഞാൻ എൻ്റെ അനന്തരാവകാശി എന്ന് പേരിടുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ അനന്തരാവകാശിയെ ഞാൻ പൂർണ്ണമായും അറിഞ്ഞിരിക്കണം. അനന്തരാവകാശി എന്നെയും. അതിനുശേഷം മാത്രമേ എനിക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഗാന്ധിജി അന്ന് തന്നെ തൻ്റെ അനന്തരാവകാശിയായിട്ട്, ഭാവി ഭാരതത്തെ നയിക്കേണ്ട ആളായിട്ട് നെഹ്റുവിനെ അദ്ദേഹം മനസ്സിൽ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. ഈ ഒരു കാര്യം നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാം. മുഴുവൻ വായിക്കുന്നില്ല. ഈ എഴുതിയതിനെക്കുറിച്ച് എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ കാണാം. താങ്കൾ കഠിനമായി ജോലി ചെയ്യുന്നു. താങ്കൾക്ക് സുഖമെന്ന് കരുതട്ടെ. ഇന്ദുവും, അതായത് ഇന്ദിരാഗാന്ധി, ഇന്ദുവും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. അനുഗ്രഹ ആശിസ്സുകളോടെ ബാപ്പു. ജവഹർലാൽ നെഹ്റുവിന് മഹാത്മാഗാന്ധി എഴുതിയ കത്താണ്. ഭാരത ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ കത്താണ്. മഹാത്മാഗാന്ധിജിയുടെ കത്തുകൾ എന്ന പുസ്തകത്തിലോ ജവഹർലാൽ നെഹ്റുവിൻ്റെ കത്തുകൾ എന്ന പുസ്തകത്തിലോ എല്ലാം നമുക്കിത് കിട്ടും. ഈ കത്ത് ഗാന്ധിജി എഴുതിയത് നെഹ്റുവിന് കിട്ടി. അപ്പോഴത്തേന് കാലം മാറി, സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു, അത് തൻ്റെ കയ്യിലാണ് അധികാരം വരാൻ പോകുമൊക്കെ നെഹ്റു മനസ്സിലാക്കി കഴിഞ്ഞൊരു കാലമായിരുന്നു. ഈ കത്തിന് ജവഹർലാൽ നെഹ്റു എഴുതിയൊരു മറുപടിയുണ്ട്. ആ മറുപടിയിലെ ചില ഭാഗങ്ങളാണ് കേൾപ്പിക്കുന്നത്. ഇതാണ് ജീവിച്ചിരിക്കെ ആ മഹാത്മാവിന് കിട്ടിയ ദയനീയമായ ഗുരുദക്ഷിണ. തൻ്റെ അനന്തരാവകാശി എന്നും പ്രധാന ശിഷ്യനെന്നും ഗാന്ധിജി കരുതിയ വ്യക്തിയിൽ നിന്ന് കിട്ടിയ ഗുരുദക്ഷിണ. അത് നമ്മളൊന്ന് കേൾക്കണം. ആനന്ദഭവൻ, അലഹാബാദ്, ഒക്ടോബർ 9, 1945. ജവഹർലാൽ നെഹ്റു എഴുതുകയാണ്: എൻ്റെ പ്രിയപ്പെട്ട ബാപ്പുവിന്, ലാഹോറിൽ നിന്ന് ഇന്ന് ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഒക്ടോബർ 5 താങ്കൾ എഴുതിയ കത്ത് എനിക്ക് ലഭിച്ചു. വിശദ വിവരമെല്ലാം എനിക്ക് എഴുതി എന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഏറെക്കുറെ വിശദമായ ഒരു മറുപടി എഴുതാൻ ശ്രമിക്കാം. മറുപടിക്ക് അല്പം താമസമുണ്ടായാൽ താങ്കൾ എന്നോട് ക്ഷമിക്കണം.
ഇപ്പോൾ ഞാൻ തിരക്കേറിയ പരിപാടികളിൽ ബന്ധിതനാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ 1.5 ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. ഒരു അനൗപചാരിക സംഭാഷണം യഥാർത്ഥത്തിൽ ഏറെ ഗുണകരമാണ്. അതിനെപ്പോഴാണ് അവസരം കിട്ടുക എന്നറിഞ്ഞുകൂടാ. ഞാൻ ശ്രമിക്കാം. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇടയിലുള്ള പ്രശ്നം സത്യം അസത്യത്തോട് മത്സരിക്കുന്നതോ ഹിംസ അഹിംസയോട് മത്സരിക്കുന്നതോ അല്ല. സഹകരണത്തെയും സമാധാന മാർഗത്തെയും യഥാർത്ഥത്തിൽ ഒരാൾ അംഗീകരിക്കുകയും അയാൾ അതായിരിക്കുകയും ചെയ്യുക എന്നതാവണം ലക്ഷ്യം. ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നതാവണം സമൂഹം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇത്തരം ഒരു സമൂഹത്തെ എങ്ങനെ നേടാമെന്നതും അതിൻ്റെ അന്തസത്ത എങ്ങനെ ആയിരിക്കണമെന്നതുമാണ് ആകെയുള്ള പ്രശ്നം. ഒരു ഗ്രാമം അത്യന്താപേക്ഷിതമായും സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാകുക എന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഗ്രാമത്തിനെ പറ്റി ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിക്കുണ്ടായിരുന്ന അഭിപ്രായമാണ് ഈ വാചകത്തിൽ നിങ്ങൾ കേട്ടത്. സാധാരണയായി പറഞ്ഞാൽ ബുദ്ധിപരമായും സാംസ്കാരികമായും പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അത്തരമൊരു സമൂഹമേ ഉണ്ടാകൂ. ഇന്നും ഗ്രാമങ്ങളിൽ വസിക്കുന്ന നമ്മുടെ സമാജത്തെക്കുറിച്ച് ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയുടെ അഭിപ്രായമാണ്, ഗാന്ധിജിയെ അറിയിച്ചതാണ്. ഇടുങ്ങിയ മനസ്ഥിതിയുള്ളവർ സാധാരണയായി സത്യസന്ധത ഇല്ലാത്തവരും അക്രമത്തിൽ വിശ്വസിക്കുന്നവരുമാണ്. ഇതാണ് മഹാത്മാഗാന്ധിജിയുടെ സ്വപ്നത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിനുണ്ടായിരുന്ന ചിന്ത. ഇനി വളരെ ദീർഘമായിട്ട് നമുക്ക് വായിക്കണ്ട, ഇനി കേട്ടോളൂ ഗുരുദക്ഷിണയുടെ പ്രസക്ത ഭാഗം. ഹിന്ദു സ്വരാജ് ഞാൻ വായിച്ചിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് അതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു നേരിയ ചിത്രം മാത്രമേ ഉള്ളൂ. 20 അതിലേറെയോ വർഷങ്ങൾക്ക് മുമ്പാണ് അത് വായിച്ചതെങ്കിൽ പോലും അത് പൂർണ്ണമായും അപ്രായോഗികമാണെന്ന് ഞാൻ കരുതുന്നു. അതിനുശേഷം താങ്കൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളിലും രചനകളിലുമെല്ലാം പഴയ അവസ്ഥയിൽ നിന്നുള്ള പുരോഗതിയും ആധുനിക മനോഭാവത്തെ അംഗീകരിക്കലും ഉണ്ടായിരിക്കുന്നതായി ഞാൻ കാണുന്നു. താങ്കളുടെ മനസ്സിൽ ഇന്നും ആ പഴയ ചിത്രം അവശേഷിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നോക്കൂ, താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന പുസ്തകം ഓരോരുത്തരും ഒന്ന് വായിക്കണം. ഭാരതത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സങ്കല്പമാണ്, അദ്ദേഹത്തിൻ്റെ രാമരാജ്യ സങ്കല്പമാണ്. നെഹ്റു പറയാണ്, ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഉണ്ടെന്ന് അറിഞ്ഞതിൽ, ആ സങ്കല്പം ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഞാൻ ആകെ അത്ഭുതപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ടിട്ട് 38 വർഷമായി. ലോകം ഒരു വിപരീത ദിശയിലേക്ക് എന്നതുപോലെ അതിനുശേഷം പൂർണ്ണമായും പരിവർത്തന വിധേയമായി. ഇത്തരം പ്രശ്നങ്ങളെ ഏത് സന്ദർഭത്തിൽ പരിഗണിക്കുമ്പോഴും വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് സമയക്കുറവുണ്ട്, ഞാൻ വേറെ ജോലിയിലാണ്. കത്തിൻ്റെ ബാക്കി ഭാഗത്ത് പറയുന്നതാണ്. എന്നെ ഇന്തോനേഷ്യയിലെ പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് അവിടെ പോവേണ്ടതുണ്ട്, ഞാൻ വലിയ തിരക്കിലാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഏതായാലും താങ്കളുടെ ഈ ചിന്ത, ഭാരതത്തെക്കുറിച്ചുള്ള താങ്കൾ അന്ന് പ്രകടിപ്പിച്ച ഭാവി ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം തികച്ചും അപ്രായോഗികമാണ്, ഒരിക്കലും നടക്കാൻ പോകുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നു. ഈ കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, തൻ്റെ അനന്തരാവകാശിയായിട്ട് നെഹ്റുവിനെ കാണുന്നു എന്ന്. കൃത്യമായിട്ട് നെഹ്റു അത് പാലിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഗാന്ധി എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് ഇന്നും ഉപയോഗിച്ചു വരുന്നു. ഭാരതത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ മുഴുവൻ സങ്കല്പങ്ങളും തെറ്റാണ്, വിഡ്ഢിത്തമാണ്, അബദ്ധമാണ്. ഭാരതം ലോകത്തിന് മുമ്പിൽ കൈ നീട്ടേണ്ടി വരും ഈ ഗാന്ധിയൻ ചിന്ത മുന്നോട്ട് കൊണ്ടുപോയാൽ എന്ന് നെഹ്റു അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. ഇതാണ് മഹാത്മാഗാന്ധിജിക്ക് കിട്ടിയ, ജീവിച്ചിരിക്കെ കിട്ടിയ, അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനിൽ നിന്നും കിട്ടിയ ഗുരുദക്ഷിണ. ഈ ഗുരുദക്ഷിണയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ ഗാന്ധി എന്ന ശബ്ദവും ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്മുറക്കാരും തമ്മിലുള്ള ബന്ധവും
നാം ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഭാരതം മഹിതമായിരുന്നു എന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിന് കൃത്യമായ രേഖകൾ ധരംപാൽ എന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ലോകത്തിനു മുമ്പ് വെളിവാക്കി. എന്നാൽ ഭാരതം മഹിതമാവാനുള്ള ചിന്തകൾ ഗാന്ധിജി വെച്ചു. ആ ചിന്തകൾ തികഞ്ഞ അബദ്ധമാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു. ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ മാർഗത്തിലേക്ക് പോയി. ഭാരതത്തെ മഹിതമാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും മഹാത്മാഗാന്ധിജിക്ക് കിട്ടിയ ഈ 2 ഗുരുദക്ഷിണകളും ഓർക്കണം, പഠിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.